അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഒരു രഹസ്യ കോഡുണ്ട്. അതൊരത്ഭുത മന്ത്രമാണ്. ആ മന്ത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ നിങ്ങളാകും. നമുക്കറിയുന്ന യൂസുഫ് അലി സാഹിബോ അംബാനിയോ അദാനിയോ വേണ്ട, ഇനി ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽപ്പെട്ട എലോൺ മസ്കോ, ഇവരൊന്നുമല്ല സമ്പന്നർ. ഈ രഹസ്യ കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കേണ്ട വിധം ആ മന്ത്രം ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. വെറുതെ പറയല്ല, ഔലിയാക്കളാണ് സാക്ഷി. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണണം കേട്ടോ. ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ദിക്ർ നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ പിന്നെ ടെൻഷനില്ല, ദാരിദ്ര്യമില്ല, പ്രയാസമില്ല, ഒന്നും നിങ്ങളുടെ മനസ്സിനെ തൊടൂലാന്നേ. പഠിക്കാം നമുക്ക്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു മന്ത്രം, അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒരു രഹസ്യ കോഡാണ്. ആ കോഡിൻ്റെ സീക്രറ്റ് അറിയണം, ആ കോഡിൻ്റെ രഹസ്യം അറിയണം. രഹസ്യമറിഞ്ഞ് ആ മന്ത്രം നമ്മുടെ കയ്യിൽ വെച്ചാലുണ്ടല്ലോ, ആഹാ, ലൈഫ് സെറ്റാണ്. സംഗതി നമ്മളിത് കേൾക്കുമ്പോൾ ഇതിപ്പം ഞങ്ങൾക്കറിയുന്ന ദിക്റാണെന്നൊക്കെ നിങ്ങൾ വെറുതെ പറയും. അറിയില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നമ്മുടെ കൽബിലേക്കത് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ മന്ത്രം വെറുതെ ചൊല്ലിയാൽ പോരാ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ ഇങ്ങനെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് വായ കൊണ്ടല്ല, ശ്വാസം കൊണ്ട് ദിക്ർ ചൊല്ലണം. ശ്വാസം കൊണ്ട്. അത് ഔലിയാക്കളുടെ ഒരു പതിവാണ്. നമുക്കത് പഠിക്കാം. റെഡിയല്ലേ നിങ്ങൾ? റെഡിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെറുതെ കുറേ ദിക്റിൽ പോകുന്നതിലല്ലടാ. ഇത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, നിങ്ങളെ സമ്പന്നരാക്കും. ദാരിദ്ര്യത്തെ നിങ്ങൾ പിന്നെ മറന്നു. എത്ര വലിയ പ്രയാസത്തെയും നിങ്ങളിതാ പുഷ്പം പോലെ നേരിടും. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഈ മന്ത്രം ഏതാണ് നമുക്കത് ആദ്യം തന്നെ അങ്ങ് പറയാം. പറഞ്ഞു കേൾക്കുമ്പോൾ ഇതാണ് എന്ന് ചോദിക്കരുത്. ആ മന്ത്രത്തിൻ്റെ രഹസ്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുൽ ആലമാകാൻ സാധ്യത ഏറെ ഉണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച യാ ഹയ്യു യാ ഖയ്യൂം. ഓടല്ലേ ഈ ദിക്റിൻ്റെ രഹസ്യം. ശ്വാസത്തിൽ എങ്ങനെ, എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇതെങ്ങനെയാണ് ഔലിയാക്കളുടെ സീക്രട്ട് കോഡായത്? പഠിക്കണ്ടേ നമുക്ക്? പഠിച്ചാലോ? ആ ബോധ്യത്തിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ബോധ്യം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നേതാവാരാ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. മുത്ത് റസൂൽ ചൊല്ലിയില്ലേ ബദറിൻ്റെ തലേന്ന് ആ രാത്രി മുത്തുനബി എഴുന്നേറ്റിരുന്നിട്ട്, എല്ലാവരും ഉറങ്ങുമ്പോൾ മുത്തുനബി ഉറങ്ങിയിട്ടില്ലല്ലോ, സുജൂദിൽ കിടന്നിട്ട്, പടച്ചോനെ ഈ സമുദായത്തെ നീ നശിപ്പിച്ചാൽ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരുണ്ടാവൂല. യാ ഹയ്യു യാ ഖയ്യൂം ഒറ്റ വിളിയെ വിളിച്ചിട്ടുള്ളൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിലേക്ക് മലക്കുകൾ ഇറങ്ങി. 1000-ൽ പരം മലക്കുകൾ ബദറിലേക്ക് ഇറങ്ങി. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പോൾ ഈ മന്ത്രം അറിഞ്ഞു ചൊല്ലിയാൽ നിങ്ങളുടെ കയ്യിലാണ് പവർ. പഠിക്കാം നമുക്കല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം ഇതിനൊരു ആത്മീയമായ ജീവനുണ്ട്. ഇത് വെറൊരു ക്ലാസ്സല്ല, ശരിക്കും കേൾക്കണം കേട്ടോ. ഈ ദിക്ർ വെറുതെ ചൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ട്, കാര്യമില്ല, ഒരു ഗുണം കിട്ടാനില്ല. മനസ്സിലായോ? അത് ബിരിയാണി നിങ്ങൾ 100 തവണ പറയണ പോലെയാണ്. രുചി അറിഞ്ഞാലേ ബിരിയാണി ഉപയോഗപ്പെടുള്ളൂ. അപ്പോൾ രുചി അറിയണം. അപ്പോൾ ആത്മീയമായ ജീവനാണ് ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത എന്താണ്? ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ബോധ്യമുണ്ട്. ഞാൻ വെറും മയ്യത്താണ്. എൻ്റെ അടിസ്ഥാനം എന്താ? ഞാൻ മയ്യത്താണ്, ഞാൻ ഇല്ലാത്തവനാണ്. ഇല്ലേ? ഞാൻ ആദ്യം മുതലുള്ളവനാണോ? അല്ല, ഞാൻ ഇല്ലായ്മയിൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടിസ്ഥാനം മയ്യത്താണ്. അപ്പോൾ ഹയ്യായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ ഹയാത്താണ് എന്നിലൂടെ പ്രകടമാകുന്നത്. ഞാൻ അള്ളാൻ്റെതാണ്. ഞാൻ ആരുടേതാണ്? ഞാൻ അള്ളാൻ്റെതാണ്. സുബ്ഹാനക യാ റബ്ബ്.
ആ ബോധ്യമാണ് ആദ്യം വരേണ്ടത്. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മയ്യത്താണ്, എന്നിലൂടെ നടമാടുന്നത്, എന്നിലൂടെ നടക്കുന്നത്, എന്നിലൂടെ സംഭവിക്കുന്നത്, എന്നിലൂടെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ ഹയാത്താണ്, എൻ്റെ റബ്ബിട്ട് തന്ന ഹയാത്താണ്, എനിക്ക് സ്വന്തമായിട്ടൊരു ഹയാത്തില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഉള്ളു പ്രകാശിക്കും. യാ ഖയ്യൂം, എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ അല്ലേ. എന്നെ നിലനിർത്തുന്നത് ആരാ? എൻ്റെ റബ്ബായ അള്ളാഹുവാണ് അല്ലേ. എൻ്റെ നാഥനാണ് എന്നെ നിലനിർത്തുന്നത്. എന്നെന്നും നിലനിൽക്കുന്നവൻ അവൻ മാത്രമാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലേ. അതാണ് നമ്മൾ എപ്പോഴും മഹാന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ കൊതിക്കേണ്ടത് സ്വർഗത്തെ അല്ല മക്കളെ, സ്വർഗത്തെ അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പലതവണ പറഞ്ഞതാണ്. കാരണം സ്വർഗത്തിന് തുടക്കമുണ്ട്, തുടക്കമില്ലാത്തവൻ നിങ്ങൾ കൊതിക്ക്. അതാരാ? അതാണ് അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അതായത് ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതൊരു മാനസികമായ സന്തോഷമാണ്. അതായത് ഇല്ലായ്മയിൽ നിന്ന് എന്നെ പടച്ച് എന്നെ നിരന്തരം ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാ. യാ ഹയ്യു, കണ്ടോ, അവൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ നിലനിർത്തുകയാണ് ഇല്ലേ. ഞാൻ സ്വയം നിലനിൽക്കല്ല, എന്നെ നിലനിർത്തുകയാണ് എൻ്റെ റബ്ബ് അല്ലേ. അതായത് എൻ്റെ ഉസ്താദൊക്കെ പറഞ്ഞൊരു സംഭവം ഇങ്ങനെ ഓർമ്മയുണ്ട്. സർക്കസ് കൂടാരത്തിൽ പണ്ട് ചെറുപ്പത്തിൽ അദ്ദേഹം പോയൊരു സർക്കസിലെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ആ സർക്കസിൽ ഒരാട്ടിൻകുട്ടി അതിൻ്റെ മുമ്പിൽ ഒരു കടുവയെ കൊണ്ട് നിർത്തുകയാണ്. ഒരാട്ടിൻകുട്ടിയുണ്ട്, കടുവയുണ്ട്. ശരിക്കും കടുവയുടെ ശബ്ദം കേട്ടാൽ ആട് ഓടൂലേ. പക്ഷെ ഈ ആട് കുലുങ്ങണില്ല, അവിടെ നിൽക്കാൻ. കാരണം എന്താ? ഈ ആടിൻ്റെ പരിശീലകൻ, ഈ കടുവയുടെ പരിശീലകനായ റിംഗ് മാസ്റ്റർ എവിടെയുണ്ട്? തൊട്ടടുത്തുണ്ട്. തൊടറാ പാക്കല, എന്നെ നീ ഒന്ന് തൊട്ടു നോക്ക്, എൻ്റെ റിംഗ് മാസ്റ്റർ നിന്നെ വെറുതെ വിടൂല്ല എന്നുള്ള ധൈര്യം, എന്നെ തൊടൂല്ല എന്നുള്ള ധൈര്യം ആർക്കുണ്ട്? ആടിനുണ്ട്. അതാണ് അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് ഭയമില്ല, പേടിയില്ല, സങ്കടമില്ല, ടെൻഷനില്ല. കാരണം ഹയ്യും ഖയ്യൂമായ അള്ളാഹുവിൻ്റെ അടിമകളാണവർ. ആ ബോധ്യത്തിൽ എത്രമേൽ മനോഹരമാണ് ഇല്ലേ. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ചൈതന്യമായ പ്രകാശമായ അള്ളാഹുവിൻ്റെ നൂറ് നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അതായത് ഈ ദിക്ർ പതിവാക്കുന്നവരുടെ കൽബിലൊരു പ്രകാശം തെളിയും, അവരെ ആ പ്രകാശം വഴി നടത്തും. നമ്മൾ അറിയില്ല, അത് ഈ ബോധ്യത്തിൽ ചൊല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കിട്ടാത്തതേ. മനസ്സിലായോ? അതായത് എനിക്ക് ഹയാത്തില്ല, എനിക്ക് ജീവൻ തന്നെ ഇല്ല, എന്നിലൂടെ നടക്കുന്നത് അള്ളാൻ്റെ ജീവനാണ്. മനസ്സിലായി? എനിക്ക് ഞാൻ നിലനിൽക്കുന്നവനല്ല, എന്നെ നിലനിർത്തുന്നത് എൻ്റെ റബ്ബാണ്. നിലനിൽക്കുന്നവനും ജീവനുള്ളവനും എൻ്റെ റബ്ബായ അള്ളാഹ് മാത്രമാണ്. ഈ ദിക്ർ യാ ഹയ്യു, ഞാനത് ശ്വാസത്തിൽ ചെല്ലുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇത് ശ്രദ്ധയോടെ കേൾക്കേണ്ട ക്ലാസ്സാണ്, എങ്കിലും ഇത് ഫലം ഉണ്ടാവുള്ളൂ. ശ്വാസത്തിൽ ഇപ്പം എങ്ങനെയാണ് ദിക്ർ പറഞ്ഞുതരാം. ഔലിയാക്കൾ ചൊല്ലണം എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം, ഈ ദിക്ർ മനസ്സറിന് ചൊല്ലുമ്പോൾ നമുക്ക് അള്ളാഹു ഉൾവെളിച്ചം തരും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ശാരീരികവും മാനസികവുമായ ഊർജ്ജമാണ്. മനസ്സിലായി? അതായത് പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ശക്തിയോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൊച്ചു പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അങ്ങനെയാണത്. കാരണം ഞാൻ ആരോടെ ചേർന്ന് നിൽക്കണേ? യാ ഹയ്യു യാ ഖയ്യൂം, എന്നെ നിലനിർത്തുന്ന, എനിക്ക് ജീവൻ തരുന്ന അള്ളാഹിനോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൊച്ചു പ്രശ്നങ്ങൾ എന്ത് കാര്യമുണ്ട്? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അപ്പോൾ അവർക്ക് ശാരീരികമായും മാനസികമായിട്ടും ഭയങ്കര ഊർജ്ജമാണ്, ഇതുവരെ കിട്ടാത്തൊരു എനർജി കിട്ടുകയാണ്. അപ്പോൾ എനർജിക്ക് ഏറ്റവും മനോഹരമായ ദിക്റാണ്, മന്ത്രമാണ് യാ ഹയ്യു യാ ഖയ്യൂം. മനസ്സിലായോ? ഇനി ഇത് എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്? അള്ളാഹിൻ്റെ ഔലിയാക്കൾ ഇത് എങ്ങനെ ചൊല്ലിയിരുന്നെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. എന്നിട്ടിത് അതിൻ്റെ വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. ഏതായാലും അപ്പോൾ എങ്ങനെയാണ് നമ്മളതിൻ്റെ ബോധ്യത്തിലേക്ക് വരുന്നത്? എനിക്ക് നിലനിൽപ്പില്ല ഇല്ലേ, ഞാനിവിടെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ കരുത്തിലാണ് ഇല്ലേ. അത് പൂർണ്ണമായി മനസ്സിൽ ഉറപ്പിക്കണം. അതായത് എനിക്ക് നിലനിൽപ്പില്ല, ഞാൻ സ്വയം അഹങ്കരിച്ചിട്ട് എന്ത് കാര്യം, ഞാനില്ല, എനിക്കിവിടെ ഹയാത്തില്ല അല്ലെ, ഞാൻ മയ്യത്താണ്, എന്നിലൂടെ നടക്കുന്ന ഹയാത്ത് അതെൻ്റെ റബ്ബിൻ്റെതാണ്. ഈ തിരിച്ചറിവിൽ നിന്നിട്ട് വേണം ഖൽബ് ഏകാഗ്രതയോടെ റബ്ബിലേക്ക് കേന്ദ്രീകരിക്കണം. എങ്ങോട്ട് കേന്ദ്രീകരിക്കണം? റബ്ബിലേക്ക്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു
യാ ഖയ്യൂം. അതായത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പല ത്വരീഖത്തുകളിലൊക്കെ നമുക്ക് കാണാം ഈ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ഈ ദിക്ർ. അതായത് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ, അതായത് ഒരു സ്ഥലത്ത്, ഞാൻ ശരിക്കും പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിക്കണേ, രാത്രി സമയത്തെ ആരും വേണ്ട, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, രാത്രിയായാലും പകലായാലും കുഴപ്പമില്ല, ഏറ്റവും നല്ലത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് രാത്രിയാണ്. രാത്രി സമയം ആരും വേണ്ട, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക, കണ്ണുകളിങ്ങനെ അടക്കുക. കണ്ണടച്ചോ എല്ലാവരും? നടച്ചേ. കണ്ണടച്ചിട്ട് നമ്മുടെ കൽബ് ഏകാഗ്രതയോടെ, എല്ലാ ദുനിയാവൊക്കെ മറക്കണം, മക്കളെയും കെട്ടിയവനും പിള്ളേരെയും അതുപോലെ തന്നെ ഭാര്യനെയൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് കൽബ് ഏകാഗ്രതയോടെ അള്ളാഹുവിലേക്ക് തിരിക്കണം. അള്ളാഹുവിലേക്ക് തിരിക്കണം. കൽബിൽ അല്ല മാത്രം, ഇല്ലേ? അല്ലാ 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 തേരി നസ്ലെ പാക്ക് മേ ബച്ച ബച്ചാ നൂർ കാ അല്ലാ അല്ലാ. എല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ താളം പോലും ഈ ശ്വാസം വിടുമ്പോൾ എന്നുള്ള സൗണ്ട് നിങ്ങൾ കണ്ടോ? എന്താ അത്? അല്ലാഹ് അല്ലാഹ്. ശ്വാസത്തിൻ്റെ താളം പോലും അല്ലാഹ് അല്ലാഹ് കണ്ടോ? അപ്പം നമ്മൾ എങ്ങനെ ശരിക്കും ഒറ്റയ്ക്കിരുന്നിട്ട് കൽബ് കണ്ണടച്ചിട്ട് കൽബിലേക്ക് ഇങ്ങനെ അല്ലാഹ് കേന്ദ്രീകരിച്ച് ശ്വാസത്തിൻ്റെ താളം അല്ലാഹ് എന്നതിലേക്ക് കൊണ്ടുവരണം. ബോധമൊക്കെ അങ്ങനെ വർക്ക് ചെയ്യണം. കണ്ടോ? ആ ശ്വാസം അങ്ങനെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ച്, അള്ളാഹ് എന്ന ഇസ്മിലേക്ക് കേന്ദ്രീകരിച്ച് വരുന്ന സമയത്ത് മുകളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ യാ ഹയ്യൂ, ഇങ്ങനെ താഴേക്ക് വിടുമ്പോൾ യാ ഖയ്യൂം. ഒന്ന് വിട്ടോക്കി. ഇത് വാ കൊണ്ട് വെറുതെ പറയാനല്ല, ശ്വാസം പോലും അള്ളാഹുവിൻ്റെ ദിക്റിൽ ലയിക്കണം. മനസ്സിലാവേണ്ടത് ഇതെങ്ങനെ എനിക്കിത് പറയുമ്പോൾ എൻ്റെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിക്കുന്നുണ്ട്. ഇതിങ്ങനെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന അവരുടെ മന്ത്രമാണിത്, അവരുടെ വജ്രായുധമാണിത്. ഇത് നിങ്ങളിലേക്ക് പകർന്നു തരാണ്. അപ്പോൾ ഇത് നമ്മൾ രാത്രി ഒറ്റക്കൊക്കെ ഇരുന്നിട്ട് ഈ ശ്വാസത്തിലൂടൊന്ന് ദിക്റിലൊക്കെ ഇതിങ്ങനെ പതിവായി ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ശ്വാസം വിടുന്നത് പോലും യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ആയി മാറും. നമ്മുടെ ശ്വാസത്തിൻ്റെ താളം പോലും അള്ളാഹു ആയി മാറും. എന്തൊരു ലൈഫായിരിക്കും അത്. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? എടാ, നൂറെ ഹബീബ് മുത്തുമണി മൂപ്പരിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, റസാ വ്ളോഗ് എന്നെ എന്താണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളീനെ ചീത്ത പറഞ്ഞ എന്താണ്, മഅദല്ലാ മഅദല്ലാ മഅദല്ലാ. എടാ, എനിക്ക് സ്വഭാവലേറ് കാണുന്ന എൻ്റെ മുത്തുമണികൾ മതി, എനിക്ക് ആ മുത്തുമണികൾ വേണ്ട, ഇത് മതി. പിന്നെ എന്തിനാണ് മൂപ്പർക്കെതിരെ എന്നല്ല, മൂപ്പരെ വിമർശിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്ത് എന്തിനാ? കുറച്ച് പേരെങ്കിലും ഒരാളെങ്കിലും ആ കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതിയിട്ടാ മക്കളെ. പിന്നെ ബിദ്അത്തുകാരെ പുത്തൻവാദികളെ കുറ്റം പറയല്ല, വിമർശിക്കൽ, തെറ്റ് തിരുത്തൽ, തെറ്റിനെ എടുത്തു പറയൽ ബാധ്യതയാണ്. ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് കുറ്റം പറയൽ. കുറ്റല്ല മക്കളെ, ഇത് പറയൽ. ഇത് ബിദ്അത്ത് വെളിവാകുമ്പോൾ, അതായത് അള്ളാഹുവിന് കൈകാലുണ്ടെന്ന് വിശ്വസിക്കുക, അള്ളാഹുവിന് ചന്തിയുണ്ടെന്ന് വിശ്വസിക്കുക, രണ്ട് കൈയും വലത്തെ കൈ, ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, വലത്തെ കൈയിലാണ് രണ്ട് കൈയും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളറിയാത്ത സാധുക്കളാണ്, പുത്തൻവാദികൾ എഴുതി വെച്ചിട്ടുണ്ട്. മുജാഹിദിൻ്റെ അൽമനാറിലുണ്ട്. മനസ്സിലായി? അള്ളാഹുവിന് ഇരിക്കുന്ന കസേരയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ ഗുരുതരമായ ശിർക്കൻ വിശ്വാസമാണ് അല്ലേ? അള്ളാഹുവേ, എന്നിട്ട് ഉമ്മത്തിനെ കാഫിർ മുശ്രിക്കാക്കാം. അപ്പോൾ ഇതിൽ കെണിവലയിൽ കുടുങ്ങിയവർ അതിൽ നിന്ന് മാറണമെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് കുറ്റം പറയലല്ല. ഇനി ഒരു ആലിമ് ബിദ്അത്ത് വെളിവായിട്ട് മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ്. ഞാൻ ആ ശാപം വാങ്ങിയിരിക്കണോ? ഇവരെ വിമർശിക്കണോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ കേട്ടോ. വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. എൻ്റെ റബ്ബ് ഗുണമാണ് എനിക്ക് കരുതിയതെങ്കിൽ അത് കിട്ടും, എൻ്റെ റബ്ബ് പ്രയാസമാണെങ്കിൽ എനിക്കത് കിട്ടും. അതൊക്കെ എനിക്ക് ഗുണമാണ്. അൽഹംദുലില്ലാ, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നിങ്ങൾ ഇതിലേക്കൊന്ന് കേന്ദ്രീകരിച്ച് ഹൃദയം ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ച് ശ്വാസത്തിൻ്റെ താളമൊന്ന് അല്ലാഹ് എന്ന ബോധത്തിലേക്ക് വരട്ടെ. അല്ലാഹ് എന്ന താളത്തിലേക്ക് വരുമ്പോൾ പിന്നെ മുകളിലേക്ക് എടുക്കുന്നത് യാ ഹയ്യു, താഴേക്ക് വിടുന്നത് യാ ഖയ്യൂം. കേട്ടോ?
ഏത് ബോധ്യത്തിൽ? എനിക്ക് ജീവനില്ല, ഞാൻ മയ്യത്താണ്, എന്നിലൂടെ നടക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ ജീവനാണ്, എൻ്റെ റബ്ബിൻ്റെ ഹയാച്ചാൻ, എനിക്ക് നിലനിൽപ്പില്ല, എന്നൊന്നും നിലനിൽക്കുന്നവൻ എൻ്റെ റബ്ബ് മാത്രമാണ്. ആ തിരിച്ചറിവിലാണ് നമ്മളിത് ചൊല്ലേണ്ടത്. അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഖിറം മാത്രമല്ല ദുനിയാവും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ലടോ. അടിപൊളിയാണ്. പുറം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രശ്നം നിങ്ങളുടെ പുറത്തുണ്ടെങ്കിലും, കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ മനസ്സ് ക്ലീൻ. അടിപൊളി. ഞാൻ എൻ്റെ റബ്ബ് ഇട്ട് തന്ന ഹയാച്ചിൽ ഹയ്യായ എൻ്റെ റബ്ബിൻ്റെ കുട്ടിയാണ് ഞാൻ. ഉണ്ടോ? ആ ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പടച്ചോൻ നമ്മളെ വിളിക്കും, കൽബിൻ്റെ കവാടം തുറന്നു തന്നുകൊണ്ട്. മനസ്സിലായോ? അതാണ് നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടില്ലേ, ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ. അല്ലേ? ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ, അറിഞ്ഞതെല്ലാം എറിഞ്ഞുടച്ച് തൂരിസിനാമല കേറിവാ. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചപ്പ് ചവറും വലിച്ചെറിഞ്ഞിട്ട് ശ്വാസത്തിൻ്റെ താളത്തിൽ പോലും അല്ലാ 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 അല്ലാ. ആണോ? രസമായിരിക്കും ലൈഫ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഈ ദിക്ർ പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്രതീക്ഷിതമായി വഴികൾ തുറക്കപ്പെടും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ കടം വീടും, ദാരിദ്ര്യം അസ്തമിക്കും. ഏറ്റവും വലിയ സമ്പന്നനായ റബ്ബിൻ്റെതാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ഞാനല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. യൂസുഫ് അലി സാഹിബ് ആകട്ടെ, അംബാനിയാകട്ടെ, അദാനിയാകട്ടെ, എലോൺ മസ്ക് ആകട്ടെ, അങ്ങോട്ട് മാറി നിൽക്കും. ഞാനാണ് സമ്പന്നൻ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണ്. കാരണം ഞാൻ എൻ്റെ റബ്ബിൻ്റെതാണ്. ആരുടേതാണ് ഞാൻ? എൻ്റെ റബ്ബിൻ്റെതാണ്. അംബാനിയുടെ മകൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്താ? ഞാൻ അംബാനിയുടെ മോനാന്നാണ്. നമ്മുടെ അഭിമാനം എന്താ? ഞാൻ എൻ്റെ റബ്ബിൻ്റെതാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ആരുടേതാണ്? എൻ്റെ റബ്ബിൻ്റെതാണ്. അതിലപ്പുറം ഒരു മഹാഭാഗ്യം നമുക്ക് കിട്ടാൻ എന്തുള്ള മക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു ആകർഷണീയതയും സ്വാധീനവും നമുക്കുണ്ടാവും. അതായത് നമ്മുടെ സംസാരത്തിന്, നമ്മുടെ വാക്കിന് വിലയുണ്ടാവും. കാരണം ഞാൻ അവൻ്റേതായി കഴിഞ്ഞാൽ പിന്നെ എന്നിലൂടെ പ്രകടമാകേണ്ടതും അങ്ങനെയുള്ള വർത്തമാനങ്ങളായിരിക്കണം അല്ലേ? അപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണെങ്കിൽ ഭാര്യയോട് വിലയില്ല എന്ന് കരുതുന്നിടത്തൊക്കെ ഒരു വില നമ്മുടെ വാക്കിന്. പതിവില്ലാണ്ട് പടച്ചോനെ, ഞാൻ പറഞ്ഞ സംഗതി എൻ്റെ ഇക്കാക്ക കേട്ടല്ലോ. ഇക്കാക്കാനെ കേൾപ്പിച്ചതാണ് റബ്ബ്. കാരണം നീ യാ ഹയ്യു യാ ഖയ്യൂം ആ റബ്ബിൻ്റെതായി മാറിയിട്ടുണ്ട്. നിൻ്റെ ശ്വാസത്തിൽ പോലും അവൻ്റെ ദിക്റിൻ്റെ താളം വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലുപരി പേടി ഉണ്ടാവില്ല കേട്ടോ, ഭയത്തിൽ നിന്നുള്ള മോചനം. നീ ആരെ പേടിക്കാൻ? ആ റബ്ബിൻ്റെതായി കഴിഞ്ഞാൽ പിന്നെ നീ റബ്ബിൻ്റെതായി, നീ അള്ളാൻ്റെതായി, ഹയ്യായ ഖയ്യൂമായ പടച്ചോൻ്റെതായി. പിന്നെ നീ ആരെ പേടിക്കാനാ? ഒരാളെയും നീ പേടിക്കേണ്ടതില്ല. പിന്നെ ആത്മീയമായ വളർച്ച കിട്ടും, ബസീറത്ത് കിട്ടും, ഒരു ഉൾക്കാഴ്ച കിട്ടും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നും, ഇത് വേണ്ട എന്ന് പടച്ചോൻ തോന്നിച്ചേരും, അവിടെ നിർത്തുക. വേണം, നല്ലതാണെന്ന് തോന്നിയാൽ ചെയ്യുക. അള്ളാഹു അതിങ്ങനെ നിങ്ങളുടെ കൽബിലേക്ക് ഏറ്റവും മനോഹരമായി ഇട്ട് തരുന്ന റബ്ബാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി വേറെ ഒരു ഇത് ചൊല്ലുന്നതിലൂടെ വേറെ ദുനിയാവൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം അള്ളാനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒന്നും കിട്ടാനില്ല. നമ്മളിപ്പോൾ ഒരു സാധനം കിട്ടി നമുക്ക് നിരാശയാകുന്നത് എപ്പോഴാണ്? ഇതിലും വലുത് കിട്ടാനിരിക്കുമ്പോഴാണ്. അള്ളയാണ് ഏറ്റവും വലുത്. അള്ളാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലിയവൻ അള്ളയാണ്. ആ റബ്ബിനെ കിട്ടിയാൽ പിന്നെ അവന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇതിലപ്പുറം ഇനി വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വേറൊന്നും ആഗ്രഹിക്കണ്ട, ഇത് മാത്രം ചൊല്ലിയാൽ മതി. ഇത് ചൊല്ലിക്കോ. ഞാനീ പറഞ്ഞതുപോലെ വെറുതെ വായ കൊണ്ടല്ല, ശ്വാസം കൊണ്ട് ചൊല്ലാം. അതിന് ഇത്ര എണ്ണമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിൽ ലയിക്കണം. ഇത് ചെയ്തു നോക്കിയിട്ട് നാളത്തെ സ്വഭാവം ലേറിൽ എനിക്ക് കമൻ്റ് ഇട്ട് തന്നെ കേട്ടോ, ചെയ്തരൂലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇതില്ലാണ്ട് നമ്മൾ എന്ത് ദിക്റിലിട്ട് എന്ത് കാര്യം, എന്ത് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? ഇതാണ് ആയുധം, വജ്രായുധം. മുഅ്മിനിൻ്റെ, അള്ളാൻ്റെ ഔലിയാക്കൾ ആ ദർജയിലേക്ക് എത്തിയതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യമാണ് ഈ ഇടക്കിടക്ക് പറഞ്ഞു തന്നത്. മനസ്സിലായോ? അള്ളാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നെഞ്ചിങ്ങനെ കീറപ്പെട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കറിയില്ലേ? മലക്കുകൾ വന്ന് മുത്തുനബിയെ ചെറുപ്പം മുതൽ ഇങ്ങനെ നെഞ്ചൊക്കെ കീറി അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എത്ര തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആ കൃത്യം നടന്നിട്ടുണ്ട്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതി മറക്കണ്ട കേട്ടോ.
അള്ളാഹുവിൻ്റെതായി നമ്മൾ നിന്നിട്ടൊന്ന് ഹദിയ നോക്കിയേ. അൽഹംദുലില്ലാഹ്, പാവപ്പെട്ട ഉസ്താദിന് പ്രയാസങ്ങൾ അനുഭവിക്കണം മനുഷ്യർക്ക്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ പടച്ചോനുണ്ടാവില്ലേ നമ്മളെ ചേർത്ത് പിടിക്കാൻ? അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ. പലരും പല സങ്കടങ്ങളും പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഉസ്താദെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് മക്കളെ. നമ്മുടെ ഈ പറയണ പോലെ ഓരോരുത്തരെ ഏറ്റെടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഇപ്പോൾ ആ ഉസ്താദിൻ്റെ കാര്യം തന്നെ ഏറ്റെടുത്തിട്ട് നമുക്ക് ഈ ഗൂഗിൾ പേയിൽ ഒരു 10-11 പേര് അയക്കുമ്പോഴത്തേക്കും അത് ബ്ലോക്കായി പോകും. പിന്നെ അടുത്ത ദിവസമായിരിക്കും അത് വർക്ക് ചെയ്യണത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ളൊരു എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള എമൗണ്ട് പോലും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് നമുക്ക് കാണുമ്പോൾ സങ്കടമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഓരോരുത്തരും നമുക്ക് ഏറ്റെടുക്കണം. ഈ സ്വഭാവുൽ ഖൈറിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും അല്ലാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചോനെ, കൽബിൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, നിന്നെ തിരിച്ചറിയാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം എന്ന അത്ഭുത ഇസ്മ ആസ്വദിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങളെ കൈവെടിയല്ല തമ്പുരാനെ, നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെ നീ മോചനം തരണേ അല്ലാ. വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. പടച്ചോനെ, കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അസുഖബാധിതർ ധാരാളമുണ്ട്. പലരും സഹായങ്ങൾ ആവശ്യപ്പെട്ടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ എന്താണെങ്കിലും ദൂരീകരിക്കണേ അല്ലാ. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. ആ ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും നീ പ്രയാസങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളെ നീ മാനസികമായും ശാരീരികമായും എല്ലാ മേഖലയിലും സാമ്പത്തികമായും ഒക്കെ നീ സമ്പന്നരാക്കണേ അല്ലാ. നിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ല തമ്പുരാനെ. വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഹൈറാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളുണ്ട്. അവരെ ജീവിതം നീ ഏറ്റെടുക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.